അടക്കി, ഡോറൊന്ന് അടക്കിക്ക. ഡോർ അടക്കി, ഞാൻ അവൾക്ക് ചോറ് കൊടുത്തിട്ട് തരാം. അവളുടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞു. കുട്ടിയൊക്കെ എവിടെടി? ആ ഗർഭിണിയായിരിക്കുമ്പോൾ ഡെയിലി വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നതല്ലേ. നടക്ക് തരാ, നടക്ക്. ഓറഞ്ചേ അവന് ഫുഡ് കൊടുത്തു. നിക്ക മോളെ, ഞാൻ തരടി. മേത്ത് കയറരുത്, അടി. നിക്കടി, നിനക്കല്ലേ ചോറ്. ആ കുട്ടി വന്നപ്പോ നിന്നെ ഓടിച്ചു. ചോറ്, ചോറും ബീഫ് കയറി ചൂടിട്ടോ. ചോറ് കഴിച്ചാട്ടാ. പ്രസവിച്ചിട്ട് കുട്ടികളൊക്കെ എവിടെയാന്ന് അറിയില്ല. ഇവിടെ പ്രസവിച്ച് കിടന്നെങ്കിൽ ഞാൻ നോക്കുമായിരുന്നു. പക്ഷെ അവൾക്ക് ഇഷ്ടമുള്ള എവിടെയല്ലേ പ്രസവിക്കാൻ പറ്റുള്ളൂ ഇല്ലടി. ഒട്ടി ഉണങ്ങി, അല്ലെങ്കിലേ ബെനിഫിറ്റാണ്. നോക്കാം, ബീഫ് മാത്രം എടുത്ത് കഴിക്കും. ഞാൻ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മർത്തൊന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. വിശന്നിട്ടാണ് പാവം, വയറൊട്ടി കിടക്കന്നെ. നമ്മളില്ലേ ഇപ്പോൾ ഒരാൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ ഇവർക്ക് കൊടുക്കുന്നത്, വിശക്കുമ്പോൾ നമ്മൾ കഴിക്കുന്ന പോലെ അവരുടെ വിശപ്പ് മാറാൻ വേണ്ടി കൊടുക്കുന്നത്. ഇതിൻ്റെ കൂലി എന്ന് പറഞ്ഞാൽ പടച്ച തമ്പുരാൻ നമുക്ക് തരും. കാണുന്നവർ ഹറാമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഹറാമാണ്, അങ്ങനെയൊന്നുമില്ല. ദൈവസ്നേഹം എന്ന് പറഞ്ഞാൽ ഓരോന്നും അത് ഓരോ മനുഷ്യരിലൂടെയാണ് വരുന്നത്. ദൗത്യം കണ്ട അവിടെ ഭക്ഷണം കൊടുത്താണ്, എന്നിട്ട് അവിടെ കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. പിന്നെ കഴിച്ചോട്ടാ. എടി കഴിക്കാൻ കിട്ടിയാൽ പിന്നെ നമ്മളെ വൈകിട്ടില്ല. അവർക്കുള്ള ഭക്ഷണം വെള്ളം ഇവിടെയൊക്കെ ഉണ്ടോ? അപ്പോൾ അവർ കഴിക്കട്ടപ്പം. നമ്മൾ മനുഷ്യരെ പോലെ തന്നെ സൃഷ്ടിച്ചതാണ് ഈ മിണ്ടാപ്രാണികളെ. ദൈവമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ അവർക്കുള്ള ഭക്ഷണം, വെള്ളം, വിശപ്പൊക്കെ ഒരേമാതിരി തന്നെയല്ലേ. അപ്പോൾ വിശക്കുമ്പോൾ ഭക്ഷണം, ദാഹിക്കുമ്പോൾ വെള്ളം നമ്മൾ കൊടുക്കുക. എന്താണ്ടാ നിനക്കല്ലേ ഇപ്പം കഴിക്കാൻ തന്നത്? വാവൂ വാവൂ. ഇക്കാനെ നോക്കുക, അവിടെ ഇക്ക വരട്ടെ നോക്കുക. ഓ വാങ്ങിട്ട് പാവത്തിന് ഇപ്പം പ്രസവിച്ച് കിടക്കണതിൽ 1-2 കുട്ടികൾ ജീവിച്ചാൽ ജീവിക്കും. അല്ലെങ്കിൽ ബാക്കിയൊക്കെ അതേ അപ്പുറത്തെ റോഡ് സൈഡല്ലേ, വണ്ടികളുടെ അടിയിലൊക്കെ പെട്ടു പോവാണ്. അവൾ പിന്നെ നമ്മളെ കാണുന്ന മുമ്പ് തന്നെ അവിടെയല്ലേ ജനിച്ചതും വളർന്നു. അപ്പോൾ അവിടെ എവിടെയെങ്കിലും പ്രസവിച്ചിട്ട് കിടക്കുമായിരിക്കും. പാവത്തിന് നല്ല വിശന്നിരിക്കും. ഒരു നേരം കഴിക്കാനേ വരുള്ളൂ. കുട്ടു ബാക്കിയുള്ള നേരം ഓട്ടിക്കും. രാവിലെ നേരത്തെ കുട്ടുണ്ടാവും, രാത്രിയും അതുമാതിരി തന്നെ വീട്ടിലുണ്ടാവും. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഓടിക്കും. അവളെ ഇടയ്ക്ക് ഇങ്ങോട്ട് വരുന്നുണ്ട റോഡ് വരെ ഓട്ടിച്ചു വിടും. ഞാൻ ഭക്ഷണം കൊടുക്കും. ഉച്ചയ്ക്ക് വരുമ്പോൾ അവൾക്ക് വേണ്ടി എടുത്തേക്കും. ഇന്ന് കഴിക്കുമ്പോൾ എവിടെ വന്ന് നിൽക്കണം, വേഗം എടുത്തുകൊണ്ട് വന്നു. എവിടെയാ മൂത്രമൊഴിച്ച് വെക്കണ ചെക്ക? അവിടെ മണ്ണിൽ പോയിട്ട് മൂത്രമൊഴിച്ച് വിടറാ കുരിപ്പേ. ഡാ കുരുത്തക്കിട്ടത്, കുരുത്തക്കിടണ്ട് സായിപ്പ് അവൻ. അവിടെയാണ് ചീച്ച ചോദിക്കുന്നത്. എടാ നീ അപ്പിയിട്ടോ? അവിടെയാണ് അപ്പിയിടുന്നേ. കള്ള കുത്തേച്ചെറിഞ്ഞ കേട്ടോ. അവിടെ ഒന്ന് ഇരിക്കുക. വാ ഇങ്ങടെ വാ, ഇവിടെ ഒന്ന് കിടക്ക്. വാ, നല്ല കാറ്റുണ്ട്. സുഖമായിട്ട് സിറ്റോട്ടിൽ കയറി കിടന്നോ കേട്ടാ.